സുഹൃത്തുക്കളെ, കഴിഞ്ഞ 25 എപ്പിസോഡുകളിലായി സാമാന്യ ആപേക്ഷികത എങ്ങനെ സാമൂഹ്യ തലത്തിലും രാഷ്ട്രീയ തലത്തിലും പ്രയോഗവൽക്കരിക്കാനാകുമെന്നും അതുവഴി എങ്ങനെ ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയും പ്രയാണങ്ങളും ചിട്ടപ്പെടുത്താനും നിജപ്പെടുത്താനും ആവുമെന്നും ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ വിവരണമാണ് ഞാൻ ചെയ്തത്. ഫ്രഞ്ച് റവല്യൂഷനോടുകൂടി നടന്ന ഫ്രഞ്ച് റവല്യൂഷന് കാരണം യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണം യഥാർത്ഥത്തിൽ നീരാവി യന്ത്രത്തിൻ്റെ കണ്ടെത്തലാണ്. അതായത് ഓരോ നീരാവി യന്ത്രം വഴി ഒരു വ്യവസായ വിപ്ലവം വരികയും അതുവഴി അനേകം ജനങ്ങൾ അന്നുവരെ ഒന്നിച്ചില്ലാത്ത രീതിയിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തപ്പോഴാണ് അവരുടെ ദുരവസ്ഥ, അവരുടെ ദുരിതങ്ങൾ, ജീവിത ദുരിതങ്ങൾക്ക് കാരണം എന്താണെന്നും അത് എങ്ങനെ ഇല്ലാതാക്കാനാവുമെന്ന ചിന്ത അവരിൽ ഉരുത്തിരിയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ലോകം, തൊഴിലാളി വർഗം, അതുവഴി തൊഴിലാളി വർഗത്തിലൂടെ ഉണ്ടായിട്ടുള്ള സമത്വ ഭാവനകൾ, എല്ലാ മനുഷ്യരും ഒന്നാണെന്നും മനുഷ്യർക്കെല്ലാം ഈ ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം തുല്യമായി ഭാഗിക്കേണ്ടതാണെന്നും തുല്യമായി ആസ്വദിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉള്ള ശാസ്ത്രീയ ബോധം, ആധുനിക ബോധം അത് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ മതങ്ങൾക്കും ദൈവങ്ങൾക്കും ഒക്കെ എല്ലാ ധാർമ്മിക മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ദർശനങ്ങൾക്കും ഈ തുല്യതയും സമത്വവും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ തന്നെ ഈ ലോകത്തല്ല, ഇനി വരാൻ പോകുന്ന സ്വർഗത്തിലാണെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അതിന് ശേഷമുള്ള ഒരു മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗത്തിലാണ് എന്നും അല്ലെങ്കിൽ ആത്മീയ തലത്തിലാണ് എന്നുമാണ് ഈ മതങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്. മതങ്ങൾക്കൊക്കെ അതിനെ സൗകര്യവും അല്ലെങ്കിൽ അവരുടെ മാനസികമായ നിലവാരവും അതിൻ്റെ അതിർത്തികളും അതിൽ പരിമിതമായിരുന്നു എന്ന് മാത്രം. എന്തായാലും അവർക്കും ഈ സമത്വ ഭാവന മനുഷ്യനുള്ള കാലത്തോളം, മനുഷ്യനുണ്ടായ കാലത്തോളം, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലത്തോളം, അല്ലെങ്കിൽ അവൻ്റെ തത്വങ്ങൾ ആവിഷ്കരിക്കാൻ അവൻ കഴിവ് നേടിയ കാലം മുതൽ തന്നെ ഉള്ളതാണ്. പക്ഷേ അത് ഈ ലോകത്തിൽ പ്രാവർത്തികമാവണം. ഈ ലോകത്തിലുള്ള വിഭവങ്ങളൊക്കെ തന്നെ എല്ലാവരുടേതുമാണ് എന്ന ബോധം, സമത്വബോധം ഈ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും സമത്വം ആവശ്യമാണെന്നും അതിനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന ബോധം ആദ്യമായി ഉരുത്തിരിഞ്ഞത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം തൊഴിലാളികളെന്നായിട്ട് ഒന്നിച്ചിരുന്നപ്പോഴാണ്. ഈ തൊഴിലാളികൾ ഉണ്ടായതെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ മുതലാളിമാരുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുതലാളിത്തം വന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ജന്മിത്തമായിക്കോട്ടെ അല്ലെങ്കിൽ അടിമത്തമായിക്കോട്ടെ അക്കാലത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു മുതലാളിയുടെ കീഴിൽ ചെറിയ ചെറിയ ജനങ്ങൾ മാത്രമാണ്. ഒരു പരിമിതിയുള്ള മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഒരേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫാക്ടറിയിൽ കൂടുതൽ ആൾക്കാർ വരികയും അതിനുശേഷം സമയം കഴിഞ്ഞ് ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് അവർ സ്വന്തം
ജീവിത വ്യാപാരങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, രണ്ടാമത് പിന്നെയും തിരിച്ചു വരുന്ന അവസ്ഥ. ഇതൊരു പുതിയ അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ, അതായത് ഈ ഫ്രഞ്ച് റവല്യൂഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താധാരകൾക്കോ സോഷ്യലിസ്റ്റ് ചിന്താധാരകൾക്കോ ഒക്കെ സ്ഥിതിസമത്വവാദങ്ങൾക്കോ ഒക്കെ കാരണമായത് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. അല്ലെങ്കിൽ നീരാവി യന്ത്രത്തിൻ്റെ കണ്ടെത്തലും ആ യന്ത്രത്തിലൂടെ വലിയ വലിയ ഫാക്ടറികൾ ഉണ്ടാക്കാമെന്നും അവർക്ക് മനുഷ്യർക്ക് ഒന്നിച്ചിരുന്ന് ആ പ്രവർത്തനം നടത്താമെന്നും അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നു, അവരുടെ സാധാരണ പൊതുജീവിതത്തിൽ പങ്കെടുക്കുന്നു, അതിനുശേഷം പിന്നെയും വരുന്നു. ഇങ്ങനെയുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് കാരണമായതും വിത്തിട്ടതും. അങ്ങനെയാണ് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കൊണ്ട് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവുകയും ഫ്രഞ്ച് റവല്യൂഷൻ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അതിന് കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. കാരണം അതുവരെ ഈ സ്വത്തൊക്കെ സ്വന്തമായിട്ട് വെച്ചിരുന്ന ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അവർ അംഗീകരിക്കുന്നതല്ല. മാത്രമല്ല അവരുടെ കയ്യിലാണ് എല്ലാ വിധ വിഭവങ്ങളും അല്ലെങ്കിൽ ആയുധങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഇല്ലാതായി. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു വിപ്ലവ പദ്ധതി വന്നത്. അത് അങ്ങനെ വന്നാണ് അതിന് ഒരു സമഗ്രമായ ശാസ്ത്രീയ രൂപം കാറൽ മാർക്സും ഏംഗൽസും ഉണ്ടാക്കുകയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറങ്ങുകയും ചെയ്തു. അതൊക്കെ പൂർണ്ണമായും ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയൊന്നും ആയിക്കോളുന്നില്ല. അന്ന് അവരങ്ങനെ ഒന്ന് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അവരവരുടെ കഴിവിൻ്റെ പരമാവധി ആ കാലഘട്ടത്തിനനുസരിച്ച് പരമാവധി അവർ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടേതായ ഒരു മാസ്റ്ററി വർക്ക് ചെയ്തു. ശരി തന്നെയാണ്. പക്ഷേ അതിന് ശേഷം ഉണ്ടായ 20-ാം നൂറ്റാണ്ടോടു കൂടി ഉണ്ടായ മാറ്റങ്ങൾ ഉപകരണങ്ങളുടെ ദിശയിൽ, ശാസ്ത്രത്തിൻ്റെ ദിശയിൽ, മനുഷ്യൻ്റെ മനോഭാവങ്ങളുടെ ദിശയിൽ വളരെ 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 വിപ്ലവകരമായിരുന്നു. ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുന്ന പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ പോലുള്ള എൻജിനുകൾ, അങ്ങനെ അനേകം ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റമിക് എനർജി, അണുശക്തികൾ, ഇങ്ങനെ അതേപോലെ ക്വാണ്ടം സിദ്ധാന്തം, ഇങ്ങനെ അനേകം പുതിയ പുതിയ ഉപകരണങ്ങൾ വന്നതോടുകൂടി ഈ അന്ന് വരെ ഉണ്ടായിരുന്ന തത്വശാസ്ത്രത്തിനും അതിൻ്റെതായ മാറ്റങ്ങൾക്ക് കാരണമായി നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കമ്മ്യൂണിസം എന്നതോ അല്ലെങ്കിൽ സോഷ്യലിസം എന്നതോ അല്ലെങ്കിൽ ജനാധിപത്യം എന്നതോ പൂർണ്ണമായും മാറ്റാൻ പറ്റാത്ത ഒരു കേവല യുക്തിവാദപരമായ വസ്തുക്കളല്ല. അതിലൊക്കെ തന്നെ പുതിയ ഏതെങ്കിലും ഒരു ഉപകരണം, പുതിയ ഏതെങ്കിലും ഒരു ശാസ്ത്രം, ഒരു ഫോർമുല, ഒരു തിയറി വരികയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റേണ്ടതാണ്. മാറ്റുമ്പോഴേ അതിന് ജീവനുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ അക്കാലത്ത് സംശയമില്ല വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. അന്ന് സോവിയറ്റ് യൂണിയനിൽ ഈ ഒരു കർഷകരും അന്നത്തെ സാർ ചക്രവർത്തിയുടെ ജനവിരുദ്ധമായ അല്ലെങ്കിൽ അധികാര മോഹം കൊണ്ടുണ്ടായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള നഷ്ടം മനസ്സിലാക്കി അവിടെയുള്ള
പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഒന്നായിട്ട് കൂട്ടിയിട്ട് ഒരു വിപ്ലവം നടത്തി അവരെ ഒഴിവാക്കി. പക്ഷേ അതോടുകൂടി തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെ എങ്ങനെ നശിപ്പിച്ചോ അതേപോലെ ഇതിനെ നശിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു. അതിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിച്ചു. അതിൽ പലപ്പോഴും പല അതിക്രമങ്ങളും അല്ലെങ്കിൽ സംശയം തോന്നിയവർ അവരെ കൂടെയുള്ള ആൾക്കാരെ തന്നെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഈ 4-5 വിദേശ ശക്തികൾ, അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ശക്തികൾ ഒന്നായിട്ട് സൈന്യം ഉപയോഗിച്ചിട്ട് ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും ചെറുത്ത് നിൽക്കേണ്ടി വന്നു. ഈ ചെറുത്ത് നിൽക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള തമ്മിലുള്ള ആൾക്കാരെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അതിനൊന്നും അതൊക്കെ ന്യായീകരിക്കുക എന്നുള്ള ജോലി ചെയ്യേണ്ടതല്ല. കാരണം മനുഷ്യന് ഒരു പുതിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, മനുഷ്യൻ്റെ സാമ്പത്തികമായ വിമോചനത്തിനായിട്ടുള്ള വളരെ മഹനീയമായ ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുറേ നഷ്ടങ്ങളും കുറേ അത്യാചാരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് ഈ സാമ്രാജ്യത്വം ചെയ്തതിനോടോ അല്ലെങ്കിൽ മതത്തിൻ്റെ അധിനിവേശത്തിനായും മതത്തിൻ്റെ നിലനിൽപ്പിനായും അന്യമതത്തിനെ നശിപ്പിക്കാനായിട്ടും ചെയ്ത അത്യാചാരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. എന്തിനു പറയണം, ഇപ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇപ്പോൾ എഡിൻബർഗ് സർവകലാശാലയിലെ 2 പേര് നടത്തിയ ഗവേഷണത്തിൽ പറയുന്നത് ഇന്ത്യയിൽ മാത്രം ബ്രിട്ടീഷുകാർ 1880-നും 1920-നും ഇടയ്ക്കുള്ള 40 വർഷം കൊണ്ട് 10 കോടിയിലധികം ജനങ്ങളെ കാലപുരിക്കയച്ചു എന്നാണ്, പല രൂപത്തിൽ. അത്ര ഭീകരമായ, ചിന്തിക്കാൻ പറ്റാത്ത, അതെന്തിനാണ്? ഇവിടെ നിന്നുള്ള സമ്പത്ത് കവർന്നെടുത്ത് ബ്രിട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മാത്രം. അതൊരു മതത്തിൻ്റെ സ്ഥാപനത്തിനല്ല, കുറച്ച് ആൾക്കാരുടെ അധമമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, കവർച്ചയ്ക്ക് വേണ്ടി ആണിതൊക്കെ ചെയ്തു നടത്തും. അപ്പോൾ അതിനപേക്ഷിച്ച് ഇങ്ങനെ ഇത്രയും മഹത്തായ ഒരു ലക്ഷ്യത്തിനായിട്ട് പിന്നീടുള്ള എല്ലാ മനുഷ്യരെയും സമത്വത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി ഈ സാമ്പത്തികമായ വിഭവങ്ങളെങ്കിലും പരമാവധി മിനിമം എല്ലാവർക്കും കിട്ടുന്ന, പൂർണ്ണമായിട്ടും തുല്യത എന്ന് നടക്കുന്നെന്ന് തോന്നുന്നില്ല. അതൊന്നും ഇപ്പോഴൊന്നുമല്ല, കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മിനിമം ആവശ്യങ്ങളെല്ലാവരും എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരു വ്യവസ്ഥക്കായിട്ട് ചെലവഴിച്ചു. അതിനായിട്ട് കുറച്ച് പേരെ ആ വിപ്ലവത്തിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളത് ഈ താരതമ്യത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പല ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും പ്രത്യേകിച്ച് RSSകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഈ സോവിയറ്റ് റഷ്യയിലും സോവിയറ്റ് ചൈനയിലൊക്കെ പിന്നെ അവരുടെ എതിരാളികളെ അവർ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്തായാലും ഈ കൊളോണിയലിസത്തിന് വേണ്ടി നശിപ്പിച്ചതിനോ അല്ലെങ്കിൽ മതങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ആനുപാതികമായി വളരെ 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 കുറച്ചാണ്, ഇൻഫിനിറ്റസ്മലി സ്മോളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അർത്ഥം. അപ്പോൾ അതല്ല നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ഇന്ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലവിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നിലവിലിരിക്കുന്ന മാധ്യമങ്ങളും വാർത്താ
രീതികളും മറ്റ് പ്രചരണ ഉപാധികളും വെച്ചിട്ട് ഈ സോഷ്യലിസത്തെയും സോഷ്യലിസ്റ്റ് വാക്താക്കളെയും അടച്ചാക്ഷേപിക്കുകയും അതിനെതിരെ പോരാടുകയും അതിനെതിരെ ചന്ദ്രഹാസമിളക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എല്ലാ വലതുപക്ഷ കക്ഷികളും ചെയ്യുന്നത് എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും അവരുടെ ലക്ഷ്യം എന്താണെന്നും ആ ലക്ഷ്യം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അതിന് അവരുടെ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവർ ഉപയോഗിച്ചത് എന്നും തുറന്നു കാണിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ട് കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് നയങ്ങളല്ല അവിടെ. അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചെയ്യാവുന്ന പല കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ അവകാശം കേരളത്തിൽ മറ്റുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ പോലും തന്നെ ആയിരുന്നു. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെമ്പർമാർ തിരഞ്ഞെടുക്കുന്ന എലക്ഷൻ നടന്നുകൂടെ. ആ എലക്ഷനിൽ ആകെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലുള്ള ആകെ ജനസംഖ്യയിൽ 11% ആൾക്കാരാണ് വോട്ട് ചെയ്തത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അത് നമ്മളെപ്പോലുള്ള ഈ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള മലബാർ പോലുള്ള സ്ഥലങ്ങളിൽ, നേരെ മറിച്ച് തിരുവിതാംകൂറിലും മറ്റൊക്കെ അവരുടെ നോമിനികളായിട്ട്, രാജാവിൻ്റെ നോമിനികളായിട്ട്, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അവർ പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആകെ 11% ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഇന്നത്തെ പോലുള്ള ഒരു വോട്ടവകാശമുള്ള പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് പ്രായപൂർത്തിയുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. മറിച്ച് അന്ന് നികുതി കൊടുക്കാൻ കഴിവുള്ള, നികുതി കൊടുക്കുന്ന ആൾക്കാർക്കും പിന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആൾക്കാർക്കും മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നവരാണ് ഈ 15%. ഈ 11%-ൻ്റെ തിരഞ്ഞെടുത്ത അവരുടെ സ്ഥാനാർത്ഥികളാണ്, അവരുടെ റെപ്രസെൻറ്റേഷനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടനാ സമിതി എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഈ ആൾക്കാരൊക്കെ തന്നെ ഒരു വലിയ പരിധിവരെ ഈ 150 വർഷമായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്താൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിരുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ആ ഭരണഘടനക്കനുസരിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയത്. വി എന്ന് പറയാൻ നമുക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കാനുള്ള ശാസ്ത്രീയ ബോധമെങ്കിലും ഈ തിരഞ്ഞെടുത്ത 300ഓളം മെമ്പർമാർക്ക് ഒരാൾക്ക് പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ വിപുലത. അപ്പോൾ നമുക്ക് ആ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചർച്ചകളൊക്കെ നമുക്കിപ്പോഴും കിട്ടും. ആരെങ്കിലും ഒരാളൊരു സംശയം പ്രകടിപ്പിച്ചോ? നമുക്ക് എന്താണ് അവകാശം? 11% മാത്രം ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായ നമ്മൾക്ക്, ചിലർ പറയുന്നത് കേരളത്തിൽ 13% ആയിക്കോട്ടെ, ഈ 13% ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായ നമുക്ക് 13% ജനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ
ഞങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ വി ദ പീപ്പിൾ എന്ന് പറയാൻ എന്താണ് അവർക്ക് അവകാശമുള്ളത്? എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അവസ്ഥയല്ലേ അത്? ഇവരൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞുകളായിരുന്നു എന്നാണോ ഓർക്കുന്നത്? അതോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് മാനസിക പ്രാക്ഷാളനം നടത്തപ്പെട്ടവരായിരുന്നു എന്നാണോ ഇതിന് തെളിവ്? ഇത് തെളിയിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മൾ പറയുന്ന വാക്കുകൾ. ഇപ്പം ജനാധിപത്യം എന്നുള്ളതിനെ നോക്കൂ. എന്താണ് ഈ ജനാധിപത്യം? ജനാധിപത്യം എന്നത് യഥാർത്ഥത്തിൽ കുറേ വോട്ട് ചെയ്യലാണോ? 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്യലാണോ ജനാധിപത്യം? അതോ ഈ ജനാധിപത്യം എന്നതിൻ്റെ മഹത്തായ, അതിലും വലിയ ആ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യം നടന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തി തലത്തിൽ, പ്രവർത്തന പദത്തിൽ, അയാളുടെ ജോലി സ്ഥലത്ത് ജനാധിപത്യം വരികയാണെങ്കിലോ, അതായത് ഡെമോക്രസി അറ്റ് വർക്ക് പ്ലേസ് ആണ് വേണ്ടത്. ഓരോ മനുഷ്യനും അയാൾ സർവതന്ത്രനായി അയാൾക്ക് കഴിയുന്ന പങ്ക് സമൂഹത്തിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. അതിന് അയാളെ കൊണ്ടുള്ള കഴിവ് മുഴുവൻ ആ ഒരു നിശ്ചിത സമയം, 5 മണിക്കൂറോ 8 മണിക്കൂറോ എത്രയാണോ അവർ തീരുമാനിക്കുന്നത്, ആ സമയം അയാൾ ചെയ്യുക. അതിന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അങ്ങനത്തെ ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര പ്രാവശ്യം നമ്മൾ അധികാരത്തിൽ കയറി. പക്ഷേ ഈ അധികാരത്തിൽ കയറിയെങ്കിലും ഒരു ചെറിയ സംരംഭമെങ്കിലും, ഒരു ചെറിയ സംരംഭം, ഒരു ബാങ്ക് വേണ്ട, ഒരു സ്കൂള്, ഒരു വിദ്യാലയം, ഒരധ്യാപകൻ അവരെങ്കിലും സ്വന്തം കഴിവുകൾ പരമാവധി മറ്റൊരാളോടും പറയാതെ, മറ്റൊരാളുടെ നിയന്ത്രണമില്ലാതെ പരമാവധി ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞു? ഒരു ബീഡി കമ്പനിയെങ്കിലും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു ചെറിയ ഫാക്ടറി, ആ ഫാക്ടറിയിലെ എല്ലാ മനുഷ്യരും, അവിടെയുള്ള പ്യൂൺ മുതൽ പിടിച്ച് ജനറൽ മാനേജർ അടക്കമുള്ളവരെ ഒന്നായിട്ടിരുന്നിട്ട് ഇവിടെ നമ്മൾക്ക് എങ്ങനെ നീങ്ങണം, അതിനെന്തൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിന് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ ലാഭം എങ്ങനെ വീതം വെക്കാം എന്ന രീതിയിൽ അല്ലാതെ, ഇന്നും നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഭരണത്തിൽ കയറിയിട്ട് നമ്മളെ ഒരു മുതലാളിത്തത്തിൻ്റെ അതേ രീതിയിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുതലാളിത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ, ആ തൊഴിലെടുക്കുന്ന ആൾക്ക് അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ടോ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുമായിട്ടോ അതിൻ്റെ സംസ്കൃത വസ്തുക്കളുമായിട്ടോ അതിനെ എന്ത് വിലക്ക് വിൽക്കണമെന്നോ എന്ത് ലാഭം കൊയ്യണമെന്നോ ലാഭം എന്ത് ചെയ്യണമെന്നോ എന്നതിനെ കുറിച്ചൊന്നും തീരുമാനിക്കാനുള്ള അവകാശം അതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവർ ഈ പ്രവർത്തനത്തിൽ പൂർണ്ണമായും അന്യരാണ്. തീരുമാനിക്കുക എന്നുള്ളതല്ല, പ്രവർത്തനത്തിൽ അവർക്ക് യാതൊരു കയ്യുമില്ല. അവർ കാശ് മുടക്കിയിട്ടുണ്ട്, പണം മുടക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ്, മൂലധനം മാത്രമാണ് അവരുടെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നു. നേരെ മറിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിക്ക് ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആർക്കും അതിനെക്കുറിച്ച് അതെന്ത് ചെയ്യണം, ഇങ്ങനെ എന്ത് വിലക്ക് വിൽക്കണം, വിറ്റാലുള്ള ലാഭം എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടൊന്നും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം. പക്ഷെ അങ്ങനെ ഈ അവകാശം, ഈ സ്വാതന്ത്ര്യം അത് താഴേക്കടയിൽ വരുമ്പോഴും മാത്രമേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആവുന്നുള്ളൂ. അതല്ലാതെ ഇന്നും ഒരു ഇലക്ഷൻ നടന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അതല്ല ജനാധിപത്യം.
ജനാധിപത്യം എന്നത് താഴേക്കിടയിലേക്ക് വരുന്ന രീതിയിലേക്ക് അതാണ് കൂടുതൽ ഫലപ്രദം. അതാണ് കൂടുതൽ ഫലപ്രദം, കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത്, കൂടുതൽ സമ്പന്നമാവുന്നത്, കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ അതാണ് കാരണമാവുക. അതാണ് എന്ന് തെളിയിക്കൽ ഓരോ ജനാധിപത്യവാദിയുടെയും സോഷ്യലിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഒക്കെ ദൗത്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താണ് വേണ്ടത്? യാതൊരു സംശയവും വിചാരിക്കേണ്ട. നമ്മുടെ പ്രജകൾക്കായിട്ട് മെനഞ്ഞെടുത്ത വിദ്യാഭ്യാസ രീതി, അതും ഈ കോളനൈസർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ ആ കോളനിയിലെ പ്രജകളെ എങ്ങനെ പരിശീലിപ്പിക്കണം, പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കി അത് ഫലപ്രദമായിട്ട് തന്നെ വിജയപ്രദമായി ചെയ്ത അതേ കാര്യം, അതേ സാധനം പ്രജകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ രീതി അതേ രീതിയിൽ തുടരുന്നതിൽ മണ്ടത്തരമുണ്ടോ എന്ന് പോലും ചിന്തിക്കാനെങ്കിലുള്ള ഇത് നമുക്ക് വേണ്ടേ? പ്രജകൾക്ക് വേണ്ടിയുള്ളത് എന്തിനാണ്? അത് ആ പ്രജയായിരിക്കാനുള്ളതാണ്. പക്ഷേ പ്രജയല്ല പ്രജ എന്ന് പറഞ്ഞാൽ ഒരു അടിമയാണ്, ഒരു സേവകനാണ്, ഒരു അനുയായി മാത്രമാണ്. അതും യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു വ്യക്തി എന്നത് പൗരനാണ്. പൗരൻ എന്ന് പറഞ്ഞാൽ ഉടമയാണ്. അയാളെ ഭരിക്കേണ്ടത് ആരാണ്, എങ്ങനെയാണ്, എന്തൊക്കെ അജണ്ട വെച്ചിട്ടാണ്, എങ്ങനെ, എത്ര കാലമാണ് എന്നൊക്കെ തീരുമാനിക്കാൻ അധികാരമുള്ള ഉടമയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ. ആ പൗരനെ വാർത്തെടുക്കാനും അതേപോലെ തന്നെ ഈ ഒരു കോളനിയിലെ പ്രജയെ വാർത്തെടുക്കാനും ഒരേ സംവിധാനമാണ് വേണ്ടത് എന്ന് പറയുന്നത് അപകടമാണ്, അല്ലെങ്കിൽ അന്തല്ലായ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൗരൻ സ്വതന്ത്രനാണ്. ഈ സ്വതന്ത്ര പൗരൻ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ട് എങ്ങനെ ഫലപ്രദമായി, സാർത്ഥകമായി, സൃഷ്ടിപരമായി സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ അവനെ പരിശീലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ എന്താണ് ഏറ്റവും ആദ്യം വേണ്ടത്? അവൻ്റെ പരിസരം എന്തായിരിക്കണം? അസ്വാതന്ത്ര്യത്തിൻ്റെ പരിസരത്തിൽ പറ്റുമോ? സ്വാതന്ത്ര്യത്തിൻ്റെ സ്വന്തം വിവേചനാധികാരങ്ങൾ പരമാവധി ആസ്വദിച്ചുകൊണ്ട് അധ്യാപകനും വിദ്യാർത്ഥിയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെടുകയും അങ്ങനെ ഉത്തരോത്തരം അവൻ സ്വന്തം നിലക്ക്, സ്വന്തം ആത്മവിശ്വാസത്തോടു കൂടി, അന്തസ്സോടു കൂടി മുന്നോട്ട് നീങ്ങുകയും അങ്ങനെ വിജ്ഞാനത്തിൻ്റെയും ലോകം ഇന്നേ വരെ സമ്പാദിച്ചെടുത്ത എല്ലാ അറിവുകളുടെയും മാസ്റ്ററായി മാറേണ്ട ഒരു ജോലിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് മഹത്തായ ഒരു കർമ്മമാണ്. ഏതൊരു സമൂഹത്തിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പിൽ, പുരോഗതിയിൽ, വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വരുന്ന തലമുറകളെ പരമാവധി വികസിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അവരുടെ മസ്തിഷ്കത്തിന് പരമാവധി പരിശീലനം കൊടുത്ത് അതുവഴി അവൻ പുതുതായി എന്തൊക്കെ കണ്ടെത്താൻ കഴിയും, പുതുതായി അവൻ്റെ വക എന്തൊക്കെ ഈ വിജ്ഞാന സാഗരത്തിലേക്ക് ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി അവൻ്റെ വക കൊടുക്കാൻ കഴിയും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയോ എന്നുള്ളതാണ് അവൻ ഈ പരിശീലനത്തിലൂടെ, വിദ്യാഭ്യാസം എന്ന പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട യഥാർത്ഥ
അല്ലാത്ത മറ്റുള്ള ജോലികളൊക്കെ ഇന്ന് ചെയ്യാൻ മറ്റ് വസ്തുക്കളുണ്ട്, പുതിയ പുതിയ ഉപകരണങ്ങളുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അതേപോലെ റോബോട്ടുകളുണ്ട്, AI ഉണ്ട്. അതൊക്കെ തന്നെ ഈ ഇപ്പം നിലവിലിരിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ അത് മതി. പക്ഷെ പുതുതായ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നുള്ള കാര്യമാണ്, അത് മാത്രമേ മനുഷ്യൻ ഇനി പുതുതായിട്ട് ചെയ്യേണ്ടതുള്ളൂ. അതിന് ഒരിക്കലും നമ്മളെ പഴയ ആ കോളനി വിദ്യാഭ്യാസത്തിലെ അടച്ചിട്ട റൂം, അടച്ചിട്ട തിരിയാനും മറിയാനും പാടില്ലാത്ത അടിമകളെ അടുക്കി വച്ച ക്ലാസ് റൂമുകൾക്കൊന്നും കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുവഴി ഓരോ കുഞ്ഞും പരമാവധി സർവതന്ത്ര സ്വതന്ത്രനായി അവൻ ഇപ്പം നിലവിലിരിക്കുന്നതിൻ്റെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ എത്രയോ ഇരട്ടി മാസ്റ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിജ്ഞാനത്തെ സ്വന്തമാക്കാൻ കഴിവുള്ളവനായി മാറാൻ അതിന് പരിശീലിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ ശ്രമിക്കുക. അങ്ങനെയുള്ള അധ്യാപകർക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും നഷ്ടമില്ല, എന്ത് കൊടുത്താലും നഷ്ടമില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കുഞ്ഞ് തന്നെ വേണ്ടത് കൊടുത്തോളും എന്നർത്ഥം. അവനെ വളർത്താൻ, അവൻ്റെ മാനസികമായ വികാസത്തിന്, അവൻ്റെ വ്യക്തിപരമായ വികാസത്തിന്, അവളുടെ വ്യക്തിപരമായ വികാസത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ അധ്യാപകനാണെങ്കിൽ, അധ്യാപികയാണെങ്കിൽ അവൻ നോക്കിക്കോളും. അപ്പോൾ അതിലൊന്നും ഈ വലിയ പണ്ടുണ്ടായിരുന്ന നമ്മളെ ഗുരുക്കന്മാരെ പോലെ തന്നെ, ലോകപ്രശസ്തരായ ഗുരുക്കന്മാരെ പോലെ തന്നെ പുതിയ ഗുരു ശിഷ്യബന്ധവും ഗുരുക്കളുടെ ഒരു നിരയും തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാവുന്നർത്ഥം. അങ്ങനെ യഥാർത്ഥത്തിൽ കുഞ്ഞ് ജനിച്ച ആ നിമിഷം മുതൽ പരമാവധി അനുഭവങ്ങൾ അവൻ്റെ മാനസികമായ ബുദ്ധിപരമായ വികാസത്തിന് വേണ്ടി കണ്ണിലെ എണ്ണയൊഴിച്ച് ശ്രമിക്കുന്ന മാതാപിതാക്കളും സമൂഹവും അധ്യാപകരുമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യാഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്ത് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇപ്പോൾ എടുത്തു നോക്കുക, നിങ്ങൾ പിന്നെ നമ്മുടെ ആവറേജ് IQ ഓഫ് നാഷൻസ് അതൊന്ന് എടുത്തു നോക്കുക. ആവറേജ് IQ ഓഫ് നാഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ എന്ന് പറഞ്ഞാൽ IQ, അതായത് ബുദ്ധിമാനം അളക്കുന്ന ഒരു രീതിയാണ്. അത് പൂർണ്ണമായും 100% ശരിയാണെന്നല്ല പറഞ്ഞു, പക്ഷേ അത് സാധാരണ നിലക്ക് ഒരാളുടെ കഴിവുകളെ, ഒരാളുടെ പ്രോബ്ലം സോൾവിങ്ങിന്, അല്ലെങ്കിൽ പ്രശ്നപരിഹാര ശേഷി, അതേപോലെ ചിന്താശേഷി, സർഗാത്മക ശേഷി, ഇതൊക്കെ അളക്കുന്നതാണ്. ഇതൊക്കെ അളക്കുന്ന ഈ അതൊന്നും എടുത്ത് നോക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഭയങ്കര നഷ്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളത് ഇപ്പോഴും ലേറ്റസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 76ആണ്. 82 ഉണ്ടായിരുന്നു പണ്ട്. 82 ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് 76ആയി, 78ആയി മാറി. താഴോട്ടാണ് പോകുന്നത് അർത്ഥം. നേരെ മറിച്ച് ചൈനക്ക്, നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചൈന, 82 ഉണ്ടായിരുന്ന ചൈന ഇപ്പം 105 മാറി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഭൗതികമായ ശക്തികളോ അല്ലെങ്കിൽ നശീകരണ ശക്തിയല്ല യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തെ നയിക്കുന്നത്. ഇന്ന് ലോകത്തെ നയിക്കുന്നത് ബുദ്ധിയാണ്, ടെക്നോളജിയാണ്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർക്കാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കാറ്. ഈ പുതിയ പുതിയ കണ്ടെത്തലുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ലോകത്തെ ആര് ഭരിക്കണം, ആര് നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കുന്ന. ഇപ്പം നമ്മൾ കണ്ടില്ലേ, 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടു കൂടി ഈ ആറ്റം ബോംബ് ഇട്ടപ്പോൾ, അമേരിക്ക ആറ്റം ബോംബ് ഇട്ടപ്പോൾ ലോകം ഒന്നായിട്ട് വിറച്ചില്ലേ? അതായത് പിന്നെ ജപ്പാൻ കീഴടങ്ങിയില്ലേ?
മാത്രമല്ല മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ വിറച്ചു പോയില്ലേ, അവരുടെ ആധിപത്യം ഉണ്ടായില്ലേ. അതിനൊക്കെ കാരണം അവരുടെ കയ്യിൽ ഒരു പുതിയ ആയുധം കിട്ടി എന്നുള്ളതാണ്. അതോടുകൂടി ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ആയുധങ്ങളുടെ അവസാനം കണ്ടെത്തിയ ഒരവസ്ഥ. അതേ ഈ ഡിസ്ട്രക്റ്റീവ് ആയുധങ്ങൾ രണ്ട് ന്യൂക്ലിയർ പവറുകൾ തമ്മിലുള്ള യുദ്ധം ഒരുപക്ഷെ നടക്കാതിരിക്കണം എന്ന ഒരു സമവാക്യം അതോടുകൂടിയാണ് ലോകത്ത് ആദ്യമായിട്ടുണ്ടായത്. അന്ന് വരെ ആരാണോ ജയിക്കുക ആ ജയിക്കുന്ന ആൾക്ക് മറ്റ് തോറ്റ ആൾക്കാരുടെ മുഴുവൻ വിഭവങ്ങളും സമാഹരിക്കാം, അവരെ കൊണ്ട് നഷ്ടപരിഹാരം വാങ്ങിക്കാം പിന്നീട് ജീവിക്കുന്നതിന്. പക്ഷേ ഇനി അതിനും കൂടിയും കഴിയാത്ത ഒരവസ്ഥ. രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ടുപേരും അത് പ്രയോഗിക്കുകയാണെങ്കിൽ ആരും അതിൽ വിജയിക്കാനുണ്ടാവില്ല എന്ന പുതിയ സമവാക്യം വന്ന ഈ അവസ്ഥയിൽ നമ്മുടെ എല്ലാ ദർശനങ്ങളും ജീവിത രീതിയും ഒക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗാന്ധിജിയുടെ പ്രസക്തി, അല്ലെങ്കിൽ അഹിംസയുടെ പ്രസക്തി. ഈ അഹിംസയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്നും ഉപയോഗിച്ചിരുന്നതും അതിനെ കൂടുതൽ ഒരു പ്രമാണമായിട്ട് എടുക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ വരുന്നത്. ഗാന്ധിജി വന്നത് കുറച്ച് നേരത്തെ വന്നു എന്നുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു പകുതിയിലധികം രാജ്യങ്ങളിലും ആറ്റം ബോംബ് കണ്ടെത്തിയതിന് ശേഷം, ആറ്റം ബോംബ് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ അപ്പം ഗാന്ധിജിക്ക് നല്ലൊരു പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം ഈ അന്യോന്യം യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് നമ്മൾക്ക് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത അതോടുകൂടി ഇല്ലാതാവുന്നു. അപ്പോൾ പുതിയ രീതി കണ്ടെത്തണം എന്ന് പറയുമ്പോഴാണ് അഹിംസ എന്ന പുതിയ ഒരു രീതി. അതായത് സത്യാഗ്രഹം, അഹിംസാ രീതി, സമരരീതികൾ എന്നുള്ളതൊക്കെ പ്രസക്തമാകുന്നത് അപ്പോഴാണ് അർത്ഥം. അപ്പോഴേ ഗാന്ധിജിക്ക് ഒരു യഥാർത്ഥ ഒരു ജീനിയസിൻ്റെ പരിവേഷം ഈ ലോകം ഒന്നായിട്ട് കൊടുക്കുള്ളൂ. ഇന്നിപ്പോൾ പലരും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാലോ. ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാൽ എന്താണ്, ആ സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധിജിയെ ലോകം മനസ്സിലാക്കിയത്. അത്രത്തോളം നിരക്ഷര കുക്ഷികൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗതിവിഗതികളെ കുറിച്ചിട്ട് ബോധ്യം ഇല്ലാത്ത ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം. പക്ഷേ ഗാന്ധിജിയുടെ പ്രസക്തമാവുന്നത് കുറച്ചും കൂടി കാലം കഴിഞ്ഞാലേ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചുരുങ്ങിയത് ഇപ്പോൾ 10 രാജ്യങ്ങളെങ്കിലും ന്യൂക്ലിയർ ആയുധങ്ങളായി ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു 50 രാജ്യങ്ങളെങ്കിലും ആകും, അല്ലെങ്കിൽ 100 രാജ്യങ്ങൾ. ആകെ 190ഓളം രാജ്യങ്ങളല്ലേ. 100 രാജ്യങ്ങളായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ അന്ന് ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയ തത്വശാസ്ത്രമായിട്ട് അഹിംസ മാറും. ആ അഹിംസയിലാണ്. അത് മാത്രമല്ല, അപ്പോഴാണ് ഗാന്ധിജിയുടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന്, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവം ഒരിക്കലും ഈ ട്രഡീഷണൽ ദൈവം ആയിരുന്നില്ല. ഗോഡ് ഈസ് ലവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോഡ് ലവ്, പിന്നെ അത് പിന്നീട് ലവ് ഈസ് ഗോഡ് എന്ന് അതായത് ഇവിടെ നടക്കുന്ന സ്നേഹമാണ് ദൈവം എന്ന അവസ്ഥയിലേക്ക്, അതൊന്നും നമ്മളെ സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്രയും ഉന്നതമായ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ മതത്തിലുണ്ടായിരുന്ന വിശ്വാസം. നോക്കുക നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗീത പഠനം വ്യക്തമാക്കുന്നത് എന്താണ്? ഭഗവത്ഗീത യഥാർത്ഥത്തിൽ എന്തിനുള്ളതാണ്? അത് പൂർണ്ണമായും ഈ രാജഭരണത്തിനായിട്ട്, അധികാരത്തിനായിട്ട് അന്യോന്യം സ്വന്തം ഒരേ കുടുംബത്തിലുള്ള ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അന്യോന്യം കൊന്നു തള്ളുന്ന ഒരു കഥയാണത്.
അത് വെറും അക്രമത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും ഒരു പരാവൃത്തം തന്നെയാണ്. അങ്ങനെയുള്ള ആ സാധനത്തിനെ ചകഞ്ഞ് എടുത്തിട്ടാണ് അതിൽ നിന്ന് അഹിംസയും സാഹോദര്യവും സ്നേഹവും അനുകമ്പയും ഇതൊക്കെ അങ്ങനെയുള്ള മഹത്തായ മാനുഷിക മൂല്യങ്ങൾ ഗാന്ധിജി ചകഞ്ഞെടുത്തത് എന്നർത്ഥം. അതാണ് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ പഴയ കാലാഹരണപ്പെട്ട കുറേ അന്ധവിശ്വാസങ്ങളും അതുവഴി കാലാഹരണപ്പെട്ട കുറേ മൂല്യങ്ങളും കാലാഹരണപ്പെട്ട കുറേ മർദ്ദന ഉപാധികളും അല്ല ഉദ്ദേശിക്കുന്നതർത്ഥം. അതൊക്കെ തന്നെ എങ്ങനെ എന്തിന് എന്താണ് നമ്മളെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം നേടാൻ എങ്ങനെ നമ്മുടെ പഴയ നമ്മളെ ഓരോ മതത്തിലും ഓരോ സംസ്കാരത്തിലും ഓരോ ആചാരങ്ങളിലും ഉള്ളതിനെ എങ്ങനെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താമെന്നും എന്ന് പരിശോധിക്കുന്നതായിരിക്കണം സാമാന്യ ആപേക്ഷികത. അപ്പോൾ ഈ സാമാന്യ ആപേക്ഷികത എന്നത് യഥാർത്ഥത്തിൽ നിലവിലിരിക്കുന്ന ലക്ഷ്യം വളരെ കൃത്യമായിട്ട് അംഗീകരിച്ച് അതല്ലാത്ത മറ്റ് നമ്മളെ ഡിസ്ട്രാക്റ്റേഴ്സ് ഉണ്ട്. ഈ ശബരിമല, അതേപോലെ തന്നെ പിന്നെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഒരു അപകടമില്ലാത്ത അനാചാരങ്ങൾ, അതൊക്കെ തന്നെ ആയിരിക്കരുത്, അതിനെ തകർക്കലും ഇല്ലാതാക്കലും ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അത് സ്വാഭാവികമായും ഒരു ഇരുട്ട് റൂമിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഇരുട്ടില്ലാതാകുന്നത് പോലെ തന്നെ ഇല്ലാതാകുന്നതാണ് ഈ കാലാഹരണപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ. നേരെ മറിച്ച് ഈ യഥാർത്ഥത്തിൽ ഇന്ന് വളരെ കൃത്യമായി ആലോചിച്ച് ഈ ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ അല്ലെങ്കിൽ സോഷ്യലിസത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള വലതുപക്ഷ ശക്തികൾ യഥാർത്ഥത്തിൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പുരോഗമനം, ഇതൊക്കെയാണ് പുരോഗമനം എന്നാണ് വെപ്പ്. ആ പുരോഗമനത്തിന് ഈ പിന്നെ കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വായിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അതിൽ വീഴാതെ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നും ആ ലക്ഷ്യം ഒരിക്കലും എതിർക്കാൻ കഴിയാത്ത, നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് പോലും സമത്വം എന്ന ആദർശത്തെ എതിർക്കാൻ കഴിയില്ല എന്നും നാം മനസ്സിലാക്കി പരമാവധി നിലവിലിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ നമ്മുടെ ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികളും അതിനായിട്ട് നമ്മുടെ ലക്ഷ്യം ഇതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരമാവധി ഈ പ്രധാനപ്പെട്ട ഒരു അപകടം ഇല്ലാത്തടത്ത്, ഉദാഹരണമായിട്ട് സതി പോലുള്ളത് നമ്മൾ എതിർക്കന്നെ വേണം. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഈ മറ്റുള്ളതൊക്കെ നിലവിലിരുന്ന ആ അസമത്വം അല്ലെങ്കിൽ വിവേചനങ്ങളും ഒക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നും നിലനിൽക്കാനല്ല, അതിനെ അവർക്ക് എപ്പം മാറ്റാൻ തോന്നുന്നു അപ്പം മാറ്റിക്കോട്ടെ. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അവരോട് വളരെ സൗഹാർദ്ദത്തോടുകൂടി പെരുമാറി നമ്മളെ ലക്ഷ്യം ഇത് മാത്രമാണ്, നിങ്ങളെ മതത്തിനെയോ നിങ്ങളെ ആചാരങ്ങളെയോ നശിപ്പിക്കൽ ഞങ്ങളെ ലക്ഷ്യമേ അല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കലാണ് നമ്മൾ ചെയ്യുക. അതിന് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൽ പോലും മൗലികമായിട്ടുള്ള മാറ്റം വരുത്തണം. എന്താണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് എന്ന്
രക്ഷിതാക്കളോട് ചോദിച്ച് അതുകൂടെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിനകത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഈ മതപരമായി മാത്രം പഠിക്കുന്ന മദ്രസകളിലോ അല്ലെങ്കിൽ പിന്നെ ചർച്ചുകളിലോ ഉള്ള അത് പരിപൂർണമായിട്ട് ഒഴിവാക്കാം. അവരെ യഥാർത്ഥത്തിൽ ആ ചർച്ചുകളിലും മദ്രസകളിലും അവരെയും കൂടി നമ്മൾ സ്കൂളിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ പക്ഷേ ഈ പൊതുവിദ്യാഭ്യാസത്തിലാണെങ്കിലുള്ള സൗകര്യം എന്താണ്? അതൊരിക്കലും സാമൂഹ്യ വിരുദ്ധമാവില്ല. അവിടെ ഒരിക്കലും മറ്റുള്ളവനെ കൊല്ലാൻ പറയാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് ഗവൺമെൻറ്റിനെ മറ്റുള്ളവരെ കൊല്ലണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞിൻ്റെയും പരമാവധി ഒഴിവ് കൊടുക്കുക, അവന് ലീഷർ ഉണ്ടാക്കി കൊടുക്കുക, ആവശ്യമായത് എന്താണോ അത് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസം കൊണ്ടും. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ പല പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ തന്നെ ഈ സമഗ്രമായ മനുഷ്യൻ്റെ സമഗ്രമായ ജീവിതത്തിലെ സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ വികാസവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ സാമാന്യ ആപേക്ഷികമായ ഒരു വീക്ഷണത്തോടു കൂടി നമ്മളെ ഇവിടെ എല്ലാവരും സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുന്ന ഒരു ലോകത്തേക്കാണ് എത്തേണ്ടത്. അതല്ലാതെ അതിലൂടെ അങ്ങോട്ട് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. അത് അതിൻ്റെ വികാസത്തോടു കൂടി നടന്നുകൊള്ളും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത് 26 എപ്പിസോഡുകളിലായിട്ട് സാമാന്യ ആപേക്ഷികതയുടെ പ്രയോഗവൽക്കരണം അത് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ പല തെറ്റുകളുണ്ടാവാം. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്നും ഇത് സജീവമായി ചർച്ച ചെയ്തിട്ട് പരമാവധി ലോകത്തിനാകെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവതരിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ മലയാളത്തിൻ്റെ ഒരു സംഭാവനയായിട്ട്, ഏതുപോലെ ഈ ലോകത്തിന് 0 ഇന്ത്യക്കാർ സംഭാവന ചെയ്ത പോലെ മലയാളത്തിന് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ തലം എന്നത് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കാര്യത്തെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഓരോന്നും നിങ്ങൾ പറയണം. അതിന് നമുക്ക് ഈ ചർച്ചാവേദി, ഈ യൂട്യൂബ് വേദിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതിൽ പിന്നെ എൻ്റെ ആ കാര്യത്തോടുള്ള എൻ്റെ അഭിപ്രായം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും പിന്നെ ഇത് കേട്ട എല്ലാവർക്കും നന്ദി. ഇത് കഴിയുന്നത്ര ആൾക്കാർക്ക് നിങ്ങൾ ഇത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നത്ര ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ പ്രത്യേകിച്ചും ഈ യൂട്യൂബ് ചാനൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.